ഈ വീഡിയോയിൽ നിന്ന് കാണിക്കുന്നത് ലോട്ടസിൻ്റെ പെൻഡൻറ്റുകൾ യൂസ് ചെയ്തിട്ടുള്ള ഇൻവിസിബിൾ ചെയിനിൻ്റെ മോഡൽസാണ്. നിങ്ങൾ ഓൾറെഡി വേറെ വീഡിയോസിൽ ഇത് കണ്ടിട്ടുണ്ടെങ്കിൽ ഇത് ചെയ്ത് നോക്കാൻ പറ്റുന്നുണ്ടോ എന്ന് കമൻറ്റ് ചെയ്യുക. ചെയ്യാൻ താല്പര്യമുള്ളവർ ഡീറ്റെയിൽ ആയിട്ട് ഈ വീഡിയോ കാണുക കേട്ടോ. ഫസ്റ്റ് നമ്മൾ യൂസ് ചെയ്യുന്ന ജംപ് റിംഗ് ആണ്. അത് നമുക്ക് ഈ നോസ് പ്ലെയർ യൂസ് ചെയ്തിട്ട് അതിനെ ഒന്ന് വലുതാക്കിയതിന് ശേഷം അതിലോട്ട് കുങ്കുരൂസ് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ വൈറ്റ് കുങ്കുരൂസാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ വൈറ്റ് കുങ്കുരൂസ് ഞാനൊരു 7-8 എണ്ണമൊക്കെ ഇട്ട് കൊടുക്കാറുണ്ട്. അത് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇട്ട് കൊടുക്കാം കേട്ടോ. ഒരുപാട് ഇടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ബഞ്ചായിട്ട് ഫീൽ ചെയ്യും. അതല്ല കുറച്ച് ഇടുന്നെങ്കിൽ ആ ഒരു ഡിഫറൻസ് ഉണ്ടാവും. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇട്ട് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ ലോട്ടസിൻ്റെ പെൻഡൻ്റ് ഉണ്ടല്ലോ, അതിൽ ഹോൾസ് ഉണ്ടാവും. അതിലിട്ടിട്ട് ഈ ജംപ് റിങ്ങിനെ ടൈറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഈ രീതിയിലാണ് കിട്ടുന്നത്. ഞാൻ ഇതുപോലെ ഒരു മോഡൽ കൂടെ ചെയ്ത് കാണിക്കാം. നിങ്ങൾക്ക് പറ്റുന്നുണ്ടോ എന്ന് നോക്കുക കേട്ടോ. ഒരു ജംപ് റിങ് എടുക്കുക, വീണ്ടും കുങ്കുരൂസ് ആഡ് ചെയ്യുക. അതിനുശേഷം നമ്മൾ അതിലിട്ടിട്ട് ടൈറ്റ് ചെയ്യുക. ഇത് ഫസ്റ്റ് ഞാൻ റെഡ് കളറിലാണ് ചെയ്തത്. അത് കഴിഞ്ഞിട്ട് ഞാൻ ബ്രൗൺ കളറിലാണ് ചെയ്യുന്നത്. ഇപ്പം നമുക്ക് 2 പെൻഡൻറ്റും ആയിട്ടുണ്ട്. ഇനി നമുക്കിതിന് വേണ്ടത് ഗിയർ വയറാണ്. ഗിയർ വയറിലാണ് നമ്മൾ ഈ ലോട്ടസിൻ്റെ പെൻഡൻറ്റ് ഇട്ടിട്ട് ടൈറ്റ് ചെയ്യുന്നത്. ദെൻ അതിന് നമുക്ക് വേണ്ടത് ഗിയർ ലോക്കാണ്. ഗിയർ ലോക്ക് ഇതുപോലെ കട്ട് ചെയ്യാതെയാണ് കിട്ടുന്നെങ്കിൽ നമുക്കൊരു കട്ടിംഗ് പ്ലെയർ വെച്ചിട്ട് അത് കട്ട് ചെയ്ത് പീസസ് ആക്കാം. ഫസ്റ്റ് നമ്മളൊരു ഗിയർ ലോക്ക് ഇടുന്നു. അത് കഴിഞ്ഞിട്ടൊരു ഫിഷ് ഹുക്ക്. നമുക്ക് പലതരത്തിൽ ഹുക്ക് വരുന്നുണ്ട്, ലോക്കുകൾ പലതരത്തിൽ വരുന്നുണ്ട്. ഇവിടെ ഫിഷ് ഹുക്കാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഗിയർ ലോക്ക് ഇട്ടിട്ട് ഫിഷ് ഹുക്ക് ഇട്ടതിന് ശേഷം അതിൻ്റെ ഒരു സൈഡ് എടുത്ത് ഇതിനകത്തോട്ട് ഗിയർ ലോക്കിനകത്തോട്ട് കയറ്റിയിട്ട് നമ്മൾ നോസ് പ്ലെയർ വെച്ചിട്ട് അതൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക ഗിയർ ലോക്കിന്. അപ്പോൾ അത് ടൈറ്റ് ആയിക്കോളും. ദെൻ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഗിയർ ലോക്ക് ഇടുക. ദെൻ നമുക്ക് ബീഡ്സ് വേണമെങ്കിൽ ബീഡ്സ് ഇടാം. അതൊക്കെ നമ്മുടെ ക്രിയേറ്റീവ്നെസ് യൂസ് ചെയ്തിട്ട് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ യൂസ് ചെയ്യാം. നമ്മുടെ ഈ പെൻഡൻ്റെ എല്ലാ സൈഡിലും ഹോൾസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്കിത് അകത്തോട്ട് കയറ്റാം. ഇപ്പോൾ മുകളിലായിട്ട് കയറ്റണമെങ്കിൽ അങ്ങനെ ചെയ്യാം, താഴത്തൂടെ ആണെങ്കിൽ അങ്ങനെ നമ്മുടെ ഇഷ്ടമുള്ളതുപോലെ ചെയ്യാം. ദെൻ ലാസ്റ്റായിട്ട് നമ്മളൊരു ഗിയർ ലോക്ക് കൂടെ ഇട്ടിട്ട് നമ്മൾ റിങ്ങിനെ ടൈറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. നമുക്ക് ലാസ്റ്റ് ലോക്കിലിടാൻ വേണ്ടിയിട്ടുള്ള റിങ്ങിനെ ടൈറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇപ്പോൾ നമ്മൾ ജസ്റ്റ് എല്ലാം ഒന്ന് കോർത്ത് കൊടുത്തിട്ടേ ഉള്ളൂ. നമ്മളിനി ഈ ലോക്കുകളൊക്കെ ഒന്ന് ടൈറ്റ് ചെയ്യുമ്പോഴാണ് കറക്റ്റായിട്ട് നമ്മുടെ ലോക്കറ്റ് മീൻസ് ആ പെൻഡൻറ്റ് അവിടെ കിടക്കത്തുള്ളൂ. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ആ ലോക്ക് ഇട്ട് നോക്കിയിട്ട് മീൻസ് ആ ഫിഷ് ഹുക്ക് ഒന്ന് ഇട്ട് നോക്കിയിട്ട് എവിടെയാണ് നമുക്ക് ഈ ലോക്കുകൾ ടൈറ്റ് ചെയ്യേണ്ടത്, പെൻഡൻറ്റ് എവിടെയാണ് വരേണ്ടതെന്ന് നമ്മൾ ജസ്റ്റ് ഒന്ന് വച്ച് നോക്കുക. വച്ച് നോക്കിയിട്ട് ഒരു ഗിയർ ലോക്ക് ടൈറ്റ് ചെയ്തതിന് ശേഷം അപ്പുറത്തെ ഗിയർ ലോക്കും അതുപോലെ ടൈറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് എവിടെയാണ് ഇടേണ്ടതെന്ന് വെച്ചാൽ ഇപ്പോൾ നമുക്ക് 3 എണ്ണം വെച്ചിട്ട് വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ ആ സമയത്തൊക്കെ നമ്മൾ ഇതുപോലെ വച്ച് നോക്കുമ്പോൾ നമുക്കത് കുറച്ചുകൂടി യൂസ്ഫുള്ളാവും. നെക്സ്റ്റ് പെൻഡൻറ്റും ഇതുപോലെ ചെയ്യുകയാണ്. ഫസ്റ്റ് നമ്മൾ ഗിയർ ലോക്ക് ഇടുന്നു, ഗോൾഡൻ ബീഡ് ഇടുന്നു, പെൻഡൻറ്റ് ഇടുന്നു, വീണ്ടും ബീഡ് ഇടുന്നു, ഗോൾഡൻ ബീഡ് ഇട്ടിട്ട് ഗിയർ ലോക്ക് ഇടുന്നു. ദെൻ ഒരു ഗിയർ ലോക്ക് ഇട്ടിട്ട് നമ്മൾ എസ് ഹൂക്കാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. ദെൻ ആ എസ് ഹൂക്കിനെ ഗിയർ ലോക്ക് വെച്ചിട്ട് ടൈറ്റ് ചെയ്യുകയാണ്. എസ് ഹൂക്ക് അവിടെ നിന്ന് പോകാതിരിക്കാനാണ് ഇങ്ങനെ ഈ ടൈറ്റ് ചെയ്ത് ഇടുന്നത്. ഗിയർ ലോക്ക് യൂസ് ചെയ്തിട്ട് ടൈറ്റ് ചെയ്യുന്നത്. ഗിയർ ലോക്ക് യൂസ് ചെയ്ത് ടൈറ്റ് ചെയ്തിട്ട് വീണ്ടും നമ്മൾ മിഡിൽ പോർഷൻ നോക്കിയിട്ട് ഇടുക. ചിലരൊക്കെ ഇപ്പോൾ ഇത് മെഷർമെൻറ്റ് എടുത്ത് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. ഇപ്പോൾ 3 പെൻഡൻറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ മെഷർമെൻറ്റ് എടുത്ത് ചെയ്യാറുണ്ട്. പക്ഷേ മെഷർമെൻറ്റ് എടുത്ത് ചെയ്യുന്നതിനേക്കാളും എനിക്ക് കുറച്ചുകൂടി നല്ലതായിട്ട് തോന്നിയത് നമ്മൾ വച്ച് നോക്കി ചെയ്യുന്നതാണ്. അപ്പോൾ ഇതാ നമ്മുടെ സിമ്പിളായിട്ടുള്ള ലോട്ടസിൻ്റെ ഇൻവിസിബിൾ ചെയിൻ. ഈ മെത്തേഡിൽ തന്നെ നമുക്ക് സിമ്പിളായിട്ട് വീട്ടിൽ തന്നെ ഇൻവിസിബിൾ ചെയിൻ പല പെൻഡൻറ്റുകൾ യൂസ് ചെയ്തിട്ട് ചെയ്തെടുക്കാൻ പറ്റും. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് ഇടാൻ മറക്കല്ലേ. ചെയ്തു വരുമ്പോൾ എന്തെങ്കിലും ഡൗട്ട്സ് തോന്നുന്നുണ്ടെങ്കിൽ കമൻറ്റിലൂടെ പറഞ്ഞാൽ മതി. നമുക്ക് നെക്സ്റ്റ് വരുന്ന വീഡിയോസിൽ അതിൻ്റെ ഡൗട്ട്സൊക്കെ ക്ലിയർ ചെയ്തിട്ട് സ്റ്റാർട്ട് ചെയ്യാം. ഇതുപോലെയുള്ള മേക്കിംഗ് ട്യൂട്ടോറിയൽസ് കാണാൻ താല്പര്യമുള്ളവർ സബ്സ്ക്രൈബ് ചെയ്യാതെ പോവല്ലേ. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വേഗം വരാം കേട്ടോ. താങ്ക്